ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ മണി ബ്ലോക്കേജസിനെ നമുക്ക് എങ്ങനെ ഇല്ലാതാക്കാം, എവിടെയൊക്കെ ബ്ലോക്കേജസ് വന്ന് റൂട്ട് ചക്രയിലെ ബ്ലോക്ക് കൊണ്ടും ഒക്കെ നമുക്ക് മണി ബ്ലോക്കേജസ് വരുന്നതിനെ പറ്റി പറഞ്ഞു. അപ്പോൾ എൻറ്റയർലി നമുക്ക് റൂട്ട് ചക്രേനെ അതിന് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല അല്ലേ. നമുക്ക് അല്ലാണ്ടുള്ള ചില മാനിഫെസ്റ്റേഷൻസും കൂടി അതിലേക്ക് ഫോളോ ചെയ്താൽ മാത്രമേ അത് കംപ്ലീറ്റ്ലി സോൾവ് ആവുള്ളൂ. അപ്പോൾ ബ്ലോക്കേജസ് നമുക്ക് റൂട്ട് ചക്ര വഴി മാറ്റാൻ പറ്റും, പക്ഷേ നമുക്ക് അതിന് ശേഷം ചെയ്യാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതാണിപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ഏറ്റവും ആദ്യം നമ്മുടെ മണി ബ്ലോക്കേജസിൽ നമ്മൾ ചെയ്യേണ്ടത്, നമുക്കൊരിക്കലും കാശില്ല, നമുക്ക് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ പാവപ്പെട്ടവരാണ്, അല്ലെങ്കിൽ സാധാരണക്കാരൻ, ആ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ നമ്മൾ ആദ്യം മാറ്റുക. അതേപോലെ തന്നെ ഏത് സമയവും നമ്മൾ പേഴ്സിൽ ഇന്ന് എത്രയാണ് അല്ലെങ്കിൽ നമുക്ക് മാറ്റി വെച്ചിരിക്കുന്നത് നമ്മൾ എന്തെങ്കിലും കാശ് മാറ്റി വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് പോയി, അത് പേഴ്സായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭണ്ണാരമായിരിക്കാം, എന്തെങ്കിലും അവിടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയി തുറന്നു നോക്കി ഇത് മാത്രമേ ബാക്കിയുള്ളൂ എന്നുള്ള ശീലം ഏറ്റവും ആദ്യം നമ്മൾ ഒഴിവാക്കുക. ആ ശീലം ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അക്കൗണ്ടിൽ ബാലൻസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുക, അങ്ങനെയുള്ള ശീലങ്ങൾ നമ്മൾ മാറ്റുക. നമുക്കറിയാം, നമുക്കിപ്പോൾ നമ്മൾ ഒരു മാസ ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങൾ ചിലവാക്കി നമുക്ക് ഏകദേശം മന്ത്ലി റുട്ടീനായിട്ട് നമ്മൾ ചിലവാക്കുന്ന ബിൽസ് എല്ലാ കാര്യങ്ങളും വെച്ച് നമുക്കറിയാം. അപ്പോൾ ഏതെങ്കിലും ഒരു മാസം നമ്മൾ ആ റുട്ടീൻ എടുത്ത് ഇത്ര ചിലവുകൾ വരുമെന്ന് പറയാം. പിന്നെ അഡീഷണൽ കുറേ കാര്യങ്ങൾ നമുക്ക് ഉണ്ടാകുമ്പോൾ മാത്രം. പക്ഷേ അത് തീർന്നാലും ഇല്ലയോ നമുക്കറിയാം. നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടത്, ഒരു എമൗണ്ട്, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു 30,000 രൂപ സാലറി കിട്ടുന്നൊരു വ്യക്തി ഒരു 5,000 രൂപ ഒരു സ്ഥലത്തേക്ക് മാറ്റി വെക്കുക. ഒരാവശ്യം നമുക്ക് സേവിങ്സ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്, നമുക്ക് മാറ്റി വെക്കുക. അപ്പോൾ ഈ ഒരു എമൗണ്ട് തീർന്നോ എന്ന് ബാലൻസ് ചെക്ക് ചെയ്ത് നോക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് മാറാം. അതേപോലെ തന്നെ മെയിൻ നമുക്ക് സാലറി അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഒരു അഡീഷണൽ അക്കൗണ്ട് തുടങ്ങി ഗൂഗിൾ പേയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ അഡീഷണൽ അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ മെയിൻ ബാലൻസിൽ നിന്ന് അതിലേക്ക് ആവശ്യമുള്ള എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തീരുന്നതിനനുസരിച്ച് നമുക്ക് മനസ്സിലാക്കും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് പോയി മെയിൻ ബാലൻസ് ചെക്ക് ചെയ്യുന്ന ആ ഒരു ശീലം നമുക്ക് മാറ്റാൻ പറ്റും. ജസ്റ്റ് ഒരു എക്സാമ്പിളാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. എല്ലാവരും ഒരേപോലെ ചെയ്യണമെന്നില്ല. പല മെത്തേഡ്സ് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള പല മെത്തേഡ്സ് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരെണ്ണം പറഞ്ഞു, ഈ ബാലൻസ് ചെക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കേസ്, നമ്മൾക്ക് ഒരു കാര്യം ഇല്ല എന്നുള്ളൊരവസ്ഥ വരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാവപ്പെട്ടവനാണെന്നോ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് അത് നടക്കില്ല എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ മാറ്റുക. പൊതുവെ നമ്മൾ പറയും, നമ്മളെപ്പോഴും ഒരു കാശുകാരൻ്റെ പോലെ നമുക്കിപ്പോൾ അതുപോലെ തന്നെ ഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് 5-10 ഡ്രസ്സൊന്നും ഇല്ലെങ്കിൽ കൂടി നമ്മൾക്ക് കയ്യിലുള്ള ഡ്രസ്സ്, ആ ഡ്രസ്സ് സെൻസിൽ നമ്മളൊരു അത്യാവശ്യം കയ്യിൽ കാശുള്ള ഒരു വ്യക്തി ഡ്രസ്സ് ചെയ്യുന്ന പോലെ ആ ഒരു കോൺഫിഡൻറ്റോട് കൂടി നമ്മൾ ഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആ ഒരു കാര്യം ഫോളോ അപ്പ് ചെയ്യുകയും നമ്മൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് മാറാനും അതേപോലുള്ള ഡ്രസ്സിങ് എന്നും നമ്മൾക്ക് യൂസ് ചെയ്യാനും ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളെ ഫിസിക്കലി മാറ്റിയെടുക്കും. ഓക്കെ, നമുക്കറിയാലോ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായ പൊട്ടനാണ്. അതിന് നിങ്ങളുടെ അവസ്ഥയെ പറ്റി ഒന്നും അറിയില്ല. അതാണ് ഏറ്റവും കൂടുതൽ നമുക്കുള്ളത്. 90% സബ് കോൺഷ്യസ് മൈൻഡാണുള്ളത്. 10% മാത്രമാണ് എന്തുള്ളത്, കോൺഷ്യസ് മൈൻഡ്. അപ്പോൾ ഈ വലിപ്പം കൂടിയ സംഭവം ആൾ പൊട്ടനുമാണ്. അപ്പോൾ ഈ 10%നെ മറികടന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഈ 90% ഉള്ള സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോയാൽ മാത്രമേ നമ്മുടെ അവസ്ഥ റിയാലിറ്റിയാക്കി മാറ്റാൻ നമുക്ക് പറ്റുള്ളൂ. നമ്മൾ ഈ കൊടുക്കുന്ന സജഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചെയ്യുന്ന രീതികൾ, പ്രവൃത്തികൾ, പറയുന്ന വാക്കുകൾ. അപ്പോൾ വാക്കുകളിലേക്ക് ഞാൻ ഇനി കടക്കാം. ഇനി മൂന്നാമത് പറയാൻ പോകുന്നത്, നമ്മളെപ്പോഴും രാവിലെ എഴുന്നേറ്റിന് ഉടനെയും കിടക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമ്മുടെ ഒരു ഒരു ഇമാജിനേഷൻ പവർ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. നമ്മളൊരു കാശുകാരായി നിൽക്കുമ്പോൾ, നമ്മളൊരു കാറ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ആ കാറിൽ പോകുന്നതായിട്ടും ആ കാറ് നമ്മുടെ പോർച്ചിൽ കിടക്കുന്നതായിട്ടും അതേപോലെ തന്നെ നമുക്ക് കാശ് വരുന്നതായിട്ടും ഒക്കെ, അതിലൊരു ചെക്ക് കൊണ്ടുള്ള ഒരിതും പിന്നെ കുറേ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ഞാൻ വഴിയുള്ള വീഡിയോസിൽ ഇട്ട് തരുന്നതാണ്. അത് ഞാൻ വീഡിയോ ആക്കിയിട്ടില്ല, അത് ഞാൻ ആക്കുന്നതാണ്. അതിനെപ്പറ്റി അന്നേരം ഞാൻ പറയാം. അപ്പോൾ ഇതുപോലുള്ള അഫർമേഷൻസ് രാത്രിയിലും രാവിലെയും ആയിട്ട് നമുക്ക് നിരന്തരമായിട്ട് ചെയ്യാൻ പറ്റിയാൽ 14 ഡേയ്സ് കണ്ടിന്യൂസ്ലി നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റിയാൽ വളരെ വലിയൊരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും. 14 ഡേയ്സ് വലിയ സമയം കാലയളവെന്നല്ല ഞാൻ പറയുന്നത്. 14 ഡേയ്സ് നമുക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ബ്ലഫ് ചെയ്യാൻ പറ്റണം. അത് വലിയ കാര്യമൊന്നുമല്ല. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ 14 ദിവസത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്മൾ ഹെവി ആയിട്ടുള്ള ഇതല്ല പറഞ്ഞത്, നാച്ചുറലി നമ്മൾ അതിലേക്ക് വരണം. അതൊരു ചെറിയ പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. കണ്ടിന്യൂസ്ലി 14 ഡേയ്സ് നമ്മൾ മൈൻഡ് സ്ട്രെസ്ഫുൾ ആക്കാതെ ഒരു റിയാലിറ്റി പോലെ നിങ്ങൾക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റിയാൽ, നമ്മൾ മനസ്സിൽ കാണുക, നമ്മൾ മനസ്സിൽ ഇമാജിൻ ചെയ്യുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥ ഒരു കഥാകൃത്തിൻ്റെ പോലെയോ അല്ലെങ്കിൽ നമുക്കൊരു സ്റ്റോറി കാണുന്ന പോലെ നിങ്ങൾ ആ ഇമാജിനേഷൻ നിങ്ങളുടെ മനസ്സിൽ വെച്ച് നിങ്ങൾ എന്താവണം എന്ന് ആഗ്രഹിക്കുന്നോ ആ ഒരു അവസ്ഥയിൽ, ഇപ്പോൾ ഒരു ജോലി ആയിക്കോട്ടെ, ആ ജോലി നിങ്ങൾ ചെയ്യുന്നതായും നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു
സർക്കാർ ജോലിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, ഏത് പോസ്റ്റാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ആ യൂണിഫോം ഇട്ടതായിട്ടും ആ ഓഫീസിൽ നിങ്ങൾ അങ്ങനെ ഇരുന്ന് നിങ്ങൾ കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്നതായിട്ടും ഒക്കെ നിങ്ങൾക്ക് മനസ്സിൽ ഇമാജിൻ ചെയ്യാൻ പറ്റണം. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾ കണ്ണാടിയിൽ നോക്കി നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ഇമാജിൻ ചെയ്യുക യൂണിഫോം ഇട്ട് നിൽക്കുന്നതായിട്ടൊക്കെ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് എടുക്കുന്നതും ആ ഒരു സന്തോഷം നിങ്ങൾ ഇമാജിനേഷനിൽ കാണിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിലേക്കുള്ള ഡിസ്റ്റൻസ് വളരെ കുറയും. ഓക്കെ. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ഇമാജിനറി അഫർമേഷനാണ്. പിന്നെ സ്ട്രെയിറ്റ് അവേ അഫർമേഷനായിട്ട് ഡയറക്റ്റ്ലി നമുക്ക് കൊടുക്കാം. നമ്മുടെ കയ്യിൽ കാശ് വരുന്നതായിട്ടും നമ്മളതിൽ ഹാപ്പി ആണെന്നുള്ള രീതിയിലും നമ്മൾക്ക് യൂണിവേഴ്സിലേക്ക് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കാം. താങ്ക് യു. അതായത് നിങ്ങളതായി, അതിനുള്ള നന്ദി. അതിൻ്റെ ഒരു പ്രെയർ വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. അതായത് നിങ്ങളായതിനുള്ള നന്ദി നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡായിട്ട് പറയുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങളതാണെന്ന് തെറ്റിദ്ധരിക്കുകയും നിങ്ങളതിലേക്ക് ഈസി ആയിട്ട് അതിലേക്ക് നിങ്ങൾ എത്തിക്കുകയും ചെയ്യും. അപ്പോൾ കാശിൻ്റെ കാര്യത്തിലും ഇത് തന്നെയാണ് അവസ്ഥ. എപ്പോഴും നമ്മൾ പണക്കാരനായിട്ട് ഇമാജിൻ ചെയ്യാനും പണക്കാരനാക്കിയതിന് ദൈവത്തിന് നന്ദി പറയാനും നമ്മൾ ശ്രമിക്കുക. ഈ പറയുന്ന രാവിലെ ആയാലും രാത്രി, അതൊക്കെയാണ് ഈ പ്രയേഴ്സിൻ്റെ ഏറ്റവും വലിയ ഗുണം. അല്ലാണ്ട് 100% നമ്മൾ ഈ അത് ദൈവികമായി പോകുന്ന കാര്യങ്ങളെക്കാൾ ഉപരി, അത് പോകുന്നവരുണ്ട്, ഉപരി പ്രയർ എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലിരിക്കുന്ന ദൈവത്തിനെ തന്നെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുക. അതാണ് പ്രയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ പുരോഗമന ചിന്താധികാരാണ്, ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടി ഡിഫിക്കൽട്ടായിരിക്കും. നമ്മൾ ഈ പറഞ്ഞ പോലെ ഹെവി ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് പോകേണ്ടി വരും. ട്രസ്റ്റ് ചെയ്യുക. നമ്മൾ എന്തിനെയാണെങ്കിലും ട്രസ്റ്റ് ചെയ്യുക. ദൈവത്തിനെ ആണെങ്കിലും ശരി, യൂണിവേഴ്സിനെ ആയാലും ശരി, ഒരു ശക്തിയെ ആയാലും ശരി, അല്ലെങ്കിൽ നമ്മളെ ആയാലും ശരി, ഒരിക്കലും നമ്മളെ 100% ട്രസ്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഒരു എക്സ്റ്റേണൽ സോഴ്സ് ആയിട്ടാണ് നമ്മൾ ദൈവത്തിനെ കാണേണ്ടത്. ഓക്കെ. അപ്പോൾ ട്രസ്റ്റ് ചെയ്തിട്ട് നന്ദി പറയാൻ ശ്രമിക്കുക. നമുക്ക് എന്ത് കിട്ടിയോ അതിന് നന്ദി, നമ്മൾ എന്താവാൻ ആഗ്രഹിച്ചോ അതിന് നന്ദി പറഞ്ഞ് നിരന്തരമായി രാവിലെയും വൈകുന്നേരവും ഈ അഫർമേഷൻസ് ചെയ്താൽ 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അതും ചുരുങ്ങിയ കാലയളവിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിരിക്കും. ഓക്കെ. താങ്ക് യു.